പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദീപികാനീശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദീപികാനാഥനുമായി ബന്ധപ്പെടുത്തി എൻ്റെ ജീവിതത്തിലൊരു കാര്യം നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവെക്കുകയാണ്. എപ്പോഴും മറ്റുള്ളവരുടെ അനുഭവങ്ങളെ പറയുന്നതിനേക്കാളും വല്ലപ്പോഴുമൊക്കെ എൻ്റെയും അനുഭവങ്ങളെ പങ്കുവെക്കുമ്പോഴാണല്ലോ അത് യഥാർത്ഥത്തിൽ ജീവിക്കുന്ന ദീപികാരനുമായിട്ട് മാറുക. ഞാനും ചിലപ്പോഴെല്ലാം എനിക്ക് ചിലപ്പോൾ തിക്താനുഭവങ്ങളും വെല്ലുവിളികളും ഒക്കെ ഏറുമ്പോൾ ദൈവത്തോട് ചിലപ്പോൾ വാശി പിടിക്കാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും അറിഞ്ഞുകൊണ്ട് തന്നെ കുറച്ച് സമയത്തേക്ക് അകന്നു പോകാറുണ്ട്. അങ്ങനെ മാറി നിൽക്കുമ്പോൾ സത്യം തുറന്നു പറഞ്ഞാൽ ഹൃദയം എപ്പോഴും തിരിച്ചു ചെല്ലണം, ദൈവത്തിനടുത്തേക്ക് തിരിച്ചു ചെല്ലണം എന്നുള്ള ആ ആഗ്രഹവും താല്പര്യമൊക്കെ എപ്പോഴും ഹൃദയത്തെ അലട്ടിക്കൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ആത്മാവ് ദൈവാലയത്തിലേക്ക്, സക്രാരിയിലേക്ക്, ദീപികാനാഥന്റെ മുമ്പിലേക്ക്, ദീപികാന ആരാധനയിലേക്ക് കൂടുതലായിട്ടും വലിച്ചടിപ്പിക്കും. ഈ ഒരു സത്യം നമ്മൾ തിരിച്ചറിയണമെങ്കിൽ ഈശോയുടെ അല്പമൊക്കെ പിണങ്ങണം, അല്പമൊക്കെ അകലണം, അല്പമൊക്കെ നമ്മളും പിണക്ക സ്വഭാവമൊക്കെ കാണിക്കണം. അപ്പോൾ അവിടുത്തെ സ്നേഹം അത്രമാത്രം ഉന്നതമാണെന്നും ദൈവാത്മാവ് ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല എന്നും ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഈശോയിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കും. എത്ര നമ്മൾ അകന്നാലും അത് കൂടുതൽ ഇരട്ടിയായിട്ട് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാകുമെന്നും നമ്മൾ തിരിച്ചറിയണം. ഇതാണ് എൻ്റെ ജീവിത സാക്ഷ്യം. ജി.കെ. ചെസ്റ്റർട്ടനെ ഒരിക്കലെ പറയുകയുണ്ടായി, ദൈവത്തെ സ്നേഹിക്കാത്തവർക്ക് വിശുദ്ധ ബലി ദൈർഘ്യമേറിയതായിരിക്കും. അദ്ദേഹം പരിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്ന വ്യക്തിയായിരുന്നു. എന്നാലേ നമുക്കും ചിലപ്പോഴെങ്കിലും ചിലർക്കെങ്കിലും ദീപികാരുണ്യത്തിന്റെ ആ സമയം അല്ലെങ്കിൽ പരിശുദ്ധ കുർബാനയുടെ സമയം ദീർഘമായിട്ട് തോന്നുന്നെങ്കിൽ അതിന്റെ കാരണം നമ്മൾ ദൈവത്തെ അധികമായിട്ട് സ്നേഹിക്കാത്തതാണ്. അല്ലെങ്കിൽ നമുക്ക് എത്ര ദീർഘമായിട്ടും ഉള്ള ബലിയർപ്പണമാണെങ്കിലും അത് ഒരിക്കലും ഒരു ദൈർഘ്യമേറിയ പ്രവൃത്തിയായിട്ട് മാറില്ല. വിശുദ്ധ ബെർണാർഡ് പറയാറുണ്ട്, പരിശുദ്ധ കുർബാന ഭക്തിയോടെ അർപ്പിക്കുന്നത് സകല സമ്പത്തുകളും വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുന്നതിലും സകല തീർത്ഥാടന കേന്ദ്രങ്ങൾ കയറി ഇറങ്ങുന്നതിലും മഹത്തരമാണ്. നമ്മളിപ്പോൾ മഹാജൂബിലിയിലൊക്കെ തീർത്ഥാടനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്, വിശുദ്ധ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നവരാണ്. അവിടെയെല്ലാം നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ സമീപമുള്ള ഈശോ, ദീപികാരുണ്യമായി നമ്മുടെ കൂടെ വസിക്കുന്ന ഈശോ, ആ ഈശോയിൽ വിശ്വസിച്ച് ആശ്രയിച്ച് മുന്നേറുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ അർത്ഥത്തിലും നമ്മളല്ല ദീപികാരണത്തിന് അടുക്കുക, ദീപികാരുണ്യമാണ് നമ്മോട് അടുക്കുക എന്ന് നമ്മൾ പറയുക. കാരണം നമ്മൾക്ക് പറയുന്നുണ്ട്, അലക്ഷ്യമായി അർപ്പിക്കുന്ന ഓരോ പരിശുദ്ധ ബലിയും മഹാ അപരാധമാണ് എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും ശ്രദ്ധയില്ലാതെ, ഒരുക്കമില്ലാതെ, വിശുദ്ധിയില്ലാതെ പരിശുദ്ധനെ അർപ്പിക്കാനാവില്ല. അതുകൊണ്ടാണ് നമ്മൾ എത്രയും തീഷ്ണതയോടെ ഒരുങ്ങി വേണം ഓരോ ബലിയർപ്പണത്തിലും പങ്കുചെയ്യാൻ. അത് എത്ര തിരക്കുള്ള കുടുംബങ്ങളാണെങ്കിലും, എത്ര സൗകര്യമുള്ള കുടുംബങ്ങളാണെങ്കിലും നന്നായി ഒരുങ്ങി ബലിയർപ്പിച്ചോ ബാക്കിയെല്ലാം പൂർണ്ണമായി. ഗലാത്യർക്കുള്ള ലേഖനം 5-ാം അധ്യായം 24-ാം തിരുവചനം പറയുന്നു, യേശു ക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിന്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. അത് നമുക്ക് ദീപികാനാഥന്റെ സഹായം തേടാം. ഏതെങ്കിലും തരത്തിൽ ദീപികാനാഥന് നകന്നു പോകാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും പിന്തിരിയാൻ നമുക്ക് ശ്രദ്ധിക്കാൻ. കാരണം നമ്മളെ ദീപികാരന്യമാണ് സ്നേഹിക്കുക. നമ്മൾ എത്ര അകന്നാലും കൂടുതൽ കരുത്തോടെ നമുക്ക് ദീപികാനാഥിലേക്ക് അടുപ്പിക്കുവാൻ അവിടുത്തെ ആത്മാവ് നമ്മളെ സഹായിക്കും. ഓ ദീപികാനത്തിന്റെ പരിശുദ്ധാത്മാവെ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ. ആരെങ്കിലും എന്തെങ്കിലും തിക്താനുഭവങ്ങൾ കൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നെങ്കിൽ, ദീപികാനത്തിൽ അകന്നു പോകുന്നെങ്കിൽ ഈ ഒരു അനുഭവം, ഈ ഒരു പാഠം എല്ലാവർക്കും അനുഭവമാകട്ടെ. അങ്ങനെ ദീപികാനാഥന്റെ ചോരാത്ത ശക്തി, തീരാത്ത ശക്തി അത് മനസ്സിലാക്കുകയും സ്വന്തമാക്കുകയും ചെയ്യട്ടെ. കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും ദീപികാനത്തിന്റെ ആശീർവാദവും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദിവ്യകാരുണ്യമേ, ശോഭയാലെന്നുള്ളം തെളിയും ജ്വലിക്കുന്നൊരഗ്നിയാം ദിവ്യകാരുണ്യമേ, ശോഭയാലെന്നുള്ളം തെളിയും ദിവ്യാഗ്നിതൻ ശക്തിയാലെന്റെ ഹൃദയം ശുദ്ധീകരിക്കണേ നാഥ. ദിവ്യാഗ്നിതൻ ശക്തിയാലെന്റെ ഹൃദയം ശുദ്ധീകരിക്കണേ നാഥ. ദിവ്യകാരുണ്യനാഥ.